എം.ആർ. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങി. കേസ് അട്ടിമറിയിൽ എം.ആർ. അജിത് കുമാറിന് കുരുക്കായത് ഡിജിറ്റൽ തെളിവാണ്. കേസ് റഫർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം പ്രധാന തെളിവായി. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു എന്നതിന്റെ മൊഴികളടക്കമാണ് വ്യക്തമായിരിക്കുന്നത്. എം.ആർ. അജിത് കുമാറിന്റെ കൃത്യമായ പങ്ക് വ്യക്തമാക്കുന്നതാണ് സസ്പെൻഷനോട്. പുഴയിലെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട എം.ആർ. അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയത്. നേരത്തെ എം.ആർ. അജിത് കുമാറിനെതിരെ DGP നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് ഈ സസ്പെൻഷന് കാരണമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നിരന്തരം ഈ കേസ് അട്ടിമറിക്കാൻ എം.ആർ. അജിത് കുമാർ ഇടപെട്ടു എന്നതാണ്. അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി. അത് തുടർച്ചയായുള്ള സമ്മർദ്ദമാണ്. പലതരത്തിൽ ഇടപെടലുകൾ, അന്വേഷണത്തിന്റെ പുരോഗതിയിൽ തുടർച്ചയായി അതൃപ്തി രേഖപ്പെടുത്തി, അവരുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഇരകൾക്ക് നീതി ലഭിക്കാതിരിക്കാനുള്ള ഇടപെടലാണ് എം.ആർ. അജിത് കുമാർ നടത്തിയത് എന്ന വിലയിരുത്തലിലേക്കാണ് ആഭ്യന്തര വകുപ്പ് എത്തിയത്. മാത്രമല്ല, അവിടെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ അക്രമികൾ, ഈ കേസിലെ പ്രതികൾക്കും സംരക്ഷണവും ലഭിച്ചിട്ടുണ്ട്. അത് എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടൽ കാരണമാണ് അത്തരം സംരക്ഷണം ലഭിച്ചത് എന്ന വിലയിരുത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ 3 DYSPമാർ, ആ DYSPമാർക്ക് നിരന്തര സമ്മർദ്ദമായിരുന്നു. ആ സമ്മർദ്ദത്തിന് പുറമെ ഡിജിറ്റൽ എവിഡൻസ് ആ ടെലിഫോണിലേക്ക് അയച്ച സന്ദേശമാണ്. അതിൽ കൃത്യമായി ഈ കേസ് റഫർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. റഫർ ചെയ്യാനുള്ള തീരുമാനമായി എത്രയും പെട്ടെന്ന് അത് കോടതിയിൽ എത്തിക്കണം എന്ന നിർദ്ദേശം കൂടിയാണ് ADGP ആയിരിക്കും എം.ആർ. അജിത് കുമാർ നൽകിയത്. മാത്രവുമല്ല, തന്റെ ഓഫീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഈ കേസ് അട്ടിമറിക്കാൻ നിരന്തരം ഇടപെടിച്ചു എം.ആർ. അജിത് കുമാർ എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. SIT കണ്ടെത്തിയ ആ വിവരങ്ങൾ അത് നേരെ DGP കൈമാറുകയും DGP പിന്നീട് വിശദമായ പരിശോധനയ്ക്കൊടുവിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. ഒടുവിൽ എം.ആർ. അജിത് കുമാറിന് ഇനി മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നതാണ്. പക്ഷേ നിലവിൽ സുപ്രധാനമായ ഒരു ഡിജിറ്റൽ തെളിവുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം അതിൽ എം.ആർ. അജിത് കുമാറിന് അനുകൂലമായ നിലപാട് നിയമ പോരാട്ടത്തിൽ ലഭിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഒന്നുറപ്പാണ്, എം.ആർ. അജിത് കുമാറിനെ കുരുക്കായി മാറിയത് ഡിജിറ്റൽ തെളിവ് തന്നെയാണ്. സാധാരണഗതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴികൾക്കപ്പുറത്തേക്ക് എം.ആർ. അജിത് കുമാറിന് ഈ സന്ദേശം, ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ നിർദ്ദേശം, അത് ടെലിഫോണിൽ നൽകിയ സന്ദേശം കൂടിയായത് വലിയ കുരുക്കായി മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കടുത്ത നടപടിക്ക് ഈ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സാധാരണഗതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി സർക്കാർ അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല. പക്ഷേ ഇത്തരം നടപടിക്ക് കാരണമായത് ഈ തെളിവ് കൂടിയാണ്. കാരണം DYSPമാർ നൽകിയ മൊഴിയുണ്ട്.